ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മടിയുള്ളവരാണോ നമ്മൾ? ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് പിശുക്ക് കാണിക്കുന്നവരാണോ? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാൻ അലസത കാണിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ നഷ്ടപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ ചാരത്തേക്ക് കയറുമ്പോ അതാ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലും രണ്ടാമത്തെ പടിയിലും മൂന്നാമത്തെ പടിയിലോട്ടും റിസാലത്തിന്റെ പാദങ്ങൾ ചവിട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ആമീൻ പറയുകയാണ്. സഹാബത്ത് എല്ലാം കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചിറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് പ്രവാചകരെ അങ്ങ് ആമീൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, ആ സന്ദർഭത്തിൽ എൻ്റെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു സഹാബ. എന്നിട്ട് 3 പടികളിലോട്ട് ഞാൻ പാദങ്ങൾ ചവിട്ടിയപ്പോഴും 3 ദുആകൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു. ആ ദുആകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഏതെന്നറിയുമോ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഏതെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടിട്ട് ആ പേര് കേട്ടതിന് ശേഷം സ്വലാത്ത് പറയാൻ ആർക്കാണോ മടിയുള്ളത്, സ്വലാത്ത് പറയാത്തവനാരാണോ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാവട്ടെ, അവൻ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹനാവട്ടെ, അവനിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഉയർത്തപ്പെടട്ടെ, അവൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തിരുനോട്ടത്തിൽ നിന്ന് അവനൊന്നുമില്ലാത്തവനായി, ആ അനുഗ്രഹം ലഭിക്കാത്തവനായി മാറട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീന പള്ളിയുടെ മിമ്പറിന്റെ ചാരത്ത് വെച്ച് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആമീൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വലാത്തിലും മടി കാണിക്കാൻ പാടില്ല. എല്ലാ നന്മകൾക്കും കാരണം സ്വലാത്താണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മകൾക്കുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് സ്വലാത്തുകൾ. അതുകൊണ്ട് സ്വലാത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മേൽ എത്രത്തോളം സ്വലാത്ത് ചൊല്ലണം നബിയേ? എത്രത്തോളം ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മറുപടി കൊടുത്തു, നിനക്ക് എത്രയാണോ കഴിയുന്നത്, നിന്നെ കൊണ്ട് സാധിക്കുന്നത് എത്രയാണോ അത്രത്തോളം നിനക്ക് നന്മകൾ ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒന്നാമതായി നന്മകൾ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള കാരണം അല്ലദീ യബ്ഖലു ബിസ്സലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും ഒക്കെ പറയാനുള്ള മടിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മകൾ നഷ്ടപ്പെടാനുള്ള കാരണം. 2 അല്ലദീ ലാ യുജീബുൽ മുഅദ്ദിൻ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പള്ളി മിനാരത്തിൽ നിന്ന് 5 വക്ത നമസ്കാരത്തിനു വേണ്ടി ബാങ്ക് ഉയരുമല്ലോ. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മനോഹരമായ സുന്ദരമായ തൗഹീദിന്റെ ഈരടികൾ അന്തരീക്ഷത്തെ കുളിരണിയിക്കുമ്പോ, പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി വരുമ്പോ ആ ബാങ്കിന് ഇജാബത്ത് പറയാത്തവന്, ആ ബാങ്കിന് മറുപടി പറയാത്തവന് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്നോ പറയുകയാണ്, ഇദാ സമിഅതുൽ മുഅദ്ദിന, ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിന് നിങ്ങൾ മറുപടി പറയണേ.
മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അതിന് മറുപടി പറയണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ബാങ്ക് വിളി ഉയരുന്ന സമയത്ത് നമ്മൾ അലസതയിലാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ കളിചിരികളിലാണ്, നമ്മൾ പൊട്ടിച്ചിരിയിലാണ്, സംസാരത്തിലാണ്. ആ ബാങ്കിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയുന്നില്ല, ആ ബാങ്കിനെ ശ്രദ്ധയോടെ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. ജീവിതത്തിന്റെ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യ അല്ലാഹ് വിളിക്കുകയാണ്, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, ഇഹലോക വിജയത്തിലേക്ക് വരൂ, പരലോകത്തിന്റെ വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പടച്ച തമ്പുരാൻ അതാ വിളിക്കുമ്പോ അതിനോട് അലസത പുലർത്തിക്കൊണ്ട് ആ ബാങ്കിന് മറുപടി പറയാത്തവന് വാക്കുകൊണ്ടുള്ള മറുപടിയാണത്, വാക്കുകൊണ്ടുള്ള മറുപടിയാണ് മുഅദ്ദിൻ പറയുന്നത്. അതേപോലെ തിരിച്ചു പറയുക, അതിനേക്കാൾ വലിയൊരു മറുപടിയാണ് പള്ളിയിലേക്ക് കടന്നു പോകുക, പള്ളിയിലേക്ക് കടന്നുപോയി ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഖൈറാത്തുകൾ നഷ്ടപ്പെടും. മൂന്നാമതായിട്ട് മനിസ്തആന ബിഹി ഇൻസാനും ബിഖൈറിൻ ഫലാ യുഈനുഹു. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സഹായം ചോദിച്ച് കടന്നു വന്നാൽ, ഒരു മനുഷ്യൻ ഒരു സഹായം ചോദിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം തന്നാൽ കഴിയുമായിരുന്നിട്ടും തനിക്ക് ആവശ്യം നിർവഹിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും അവൻ ചെയ്തു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതും അവന്റെ ജീവിതത്തിൽ നിന്ന് നന്മകൾ നഷ്ടപ്പെടാൻ, അനുഗ്രഹങ്ങൾ ഉയർത്തപ്പെടാനുള്ള കാരണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി മറ്റുള്ളവരെ സഹായിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധമായ മസ്ജിദുൻ നബവി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ മാസങ്ങളോളം ഇബാദത്തിലായി, ദിക്റിലായി, നമസ്കാരത്തിലായി, ഖുർആൻ പാരായണത്തിലായി ആ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹം നിന്റെ ഒരു സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ, അവന്റെ ഒരു സഹായത്തിനു വേണ്ടി, അവനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ, അവന്റെ ഒരു ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കാൻ അവന്റെ കൂടെ പോകലാണ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ മാസങ്ങളോളം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കുന്നതിലാണെങ്കിൽ, ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കാനുള്ള യാത്രയിലാണ്, ആ സമയം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവനക്ക് ലഭിക്കുമെന്ന്, പടച്ച തമ്പുരാന്റെ സഹായം അവനക്ക് ലഭിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായിട്ട് അല്ലദീ യഅ്ജിസു അൻ യദ്ഉ ലിനഫ്സിഹി വലിൽ മുഅ്മിനീന ദുബറ സ്വലവാതിഹി. നാലാമതായിട്ടൊരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിന്റെ കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നന്മകൾ ഉയർത്തപ്പെടാനുള്ള നാലാമത്തെ കാരണം യഅ്ജിസു അൻ യദ്ഉ ലിനഫ്സിഹി വലിൽ മുഅ്മിനീന ദുബറ സ്വലവാതിഹി. 5 വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം, അവന്റെ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ അലസത കാണിക്കുന്ന മനുഷ്യന് നമുക്കിന്ന് തിരക്കാണ്, പടച്ചവനോട് ചോദിക്കാൻ സമയമില്ല. നമസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഓടുകയാണ് കച്ചവടത്തിനു വേണ്ടി, ദുനിയാവിനു വേണ്ടി, കൂട്ടുകാരോട് സംസാരിക്കാൻ, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും വലിയ ഇജാബത്തുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആ ഏതെന്നറിയുമോ? അത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ ഫർള് നമസ്കരിച്ചതിന് ശേഷം, ആ ഫർള് നമസ്കാരത്തിന് ശേഷം റബ്ബിന്റെ ദർബാറിലേക്ക്
കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആയാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ നമുക്കിന്ന് സമയമില്ല, നമുക്ക് വേണ്ടി ദുആ ചെയ്യാനിന്ന് സമയമില്ല. ഓലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്മയുണ്ടാവണോ, ജീവിതത്തിൽ സന്തോഷമുണ്ടാവണോ, സമാധാനമുണ്ടാവണോ, ജീവിതത്തിൽ ഖൈറാത്തുകളുടെ വാതിലുകൾ തുറക്കപ്പെടണോ, ഒന്ന് പ്രവാചകന്റെ മേൽ സ്വലാത്തുകളെ നിത്യമാക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് പറയുക, പ്രവാചകന്റെ മേൽ അധികമായിട്ട് സ്വലാത്തുകൾ പറയുക. രണ്ട്, പള്ളിയിലേക്ക് നമസ്കാരത്തിനു വേണ്ടി കടന്നു പോകുക. ബാങ്ക് വിളിക്കുന്ന സമയത്തതിനു മറുപടി പറയുക. വാക്കിനാലുള്ള മറുപടിയാണ്. മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ തിരിച്ചു പറയുക, അത് വാക്കിനാലുള്ള മറുപടിയാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറുപടി പള്ളിയിലേക്ക് കടന്നുപോയി ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക. മൂന്ന്, ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹായം ചോദിച്ച് കടന്നു വരുമ്പോ നിന്നാൽ കഴിയുന്ന രീതിയിൽ, അത് പ്രവൃത്തി കൊണ്ടാവട്ടെ, പണം കൊണ്ടാവട്ടെ, ഒരു നല്ല വാക്കുകൊണ്ടാവട്ടെ, ഇനി അതല്ല ഒരു ചെറു പുഞ്ചിരി കൊണ്ടാവട്ടെ, അവനെ സന്തോഷിപ്പിക്കാൻ, അവനെ സഹായിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക. അവസാനമായിട്ട് ഓരോ നമസ്കാര ശേഷവും ആത്മാർത്ഥമായി ഹൃദയംഗമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വന്തത്തിനു വേണ്ടി ദുആ ചെയ്യുക. ഓലിൽ മുഅ്മിനീൻ, അതേപോലെ തന്നെ ലോകത്താകമാനമുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അത് നിന്റെ ജീവിതത്തിലെ ഖൈറാത്തുകൾക്കുള്ള കാരണമാണ്. ഇതിൽ നിന്ന് നീ അലസത കാണിച്ചാൽ, ഇതിൽ അലസത വരുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് നന്മകൾ ഉയർത്തപ്പെടും. അല്ലാഹു മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.